പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബിഗ് ബോസ് സീസൺ 7ന്റെ ലൈവ് അപ്ഡേഷനുമായിട്ട് തുടങ്ങാം. ഇന്ന് രാവിലെ നടന്ന ചില അടിപിടി വഴക്കുകൾ, ഒരുത്തനെ വയ്യാതെ ഹോസ്പിറ്റലിലാക്കിയിട്ടും ഈ നിവിൻ എന്ന ജന്തു എന്ന് വിളിച്ച ജന്തുക്കൾക്ക് വരെ നാണക്കേടാണ്. ഒരു ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇവനെ എന്ത് പേരിട്ട് വിളിച്ചാലും ആ പേരിടുന്നവരുടെ നാണക്കേടാണെന്നേ പറയാനുള്ളൂ. കാരണം വീണ്ടും മോഷ്ടിച്ച് കഴിച്ചിരിക്കുകയാണ് നിവിൻ. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായി, ഫുഡിന്റെ പേരിലാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഫുഡിന് വേണ്ടി മാത്രം എന്തിനാണ് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അവിടെ ഭയങ്കരമായിട്ട് ടാസ്കുകൾ നടക്കുകയാണ്, ടിക്കറ്റ് ടു ഫിനാലെ നടക്കുകയാണ്. ഇവർക്ക് ഇവിടെ വേറെ സ്നാക്സോ അല്ലെങ്കിൽ ഇവർ കഴിച്ചോട്ടെ, അല്ലെങ്കിൽ പുറത്തു പോയി നമ്മൾക്ക് മേടിച്ച് കഴിക്കാമെന്നുള്ള ഒരു തരം ഇതുമില്ല. അവിടെ കൊടുക്കുന്നത് എന്തോ അതേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കിച്ചൺ ടീം എന്ന് പറഞ്ഞിട്ട് 3 ഗുണ്ടകളെയാണ് അവിടെ കയറ്റിയിരിക്കുന്നത്. ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് 3 ഗുണ്ടകളെ. ഇവർ കൊടുക്കുന്നത് എന്തോ അതേ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇവർക്ക് പോയി എടുത്ത് കഴിക്കാം. പക്ഷെ അത് എടുത്ത് കഴിക്കുന്നതിനും എന്തുകൊണ്ട് ഫുഡ് തരുന്നില്ല എന്നുള്ള ചോദ്യം വരുന്നതിനുമാണ് ഇത്രത്തോളം പ്രശ്നം അവിടെ ഈ 3 ഗുണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടകൾ തന്നെ പറയാൻ പറ്റുള്ളൂ. എന്താണ് അവരവിടെ അതിനുള്ളിൽ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഗ്രീക്ക് യോഗർട്ട്, ഇവരുടെ ലക്ഷറി ബഡ്ജറ്റിലുള്ള ഗ്രീക്ക് യോഗർട്ടാണ്. അത് കാണാനില്ല. സമ്മൻ പറയണ് അതിൻ്റെ പകുതിയോളം ആരോ കഴിച്ചേക്കണ്, നമുക്കൊന്നും ഷെയർ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയണ്. അപ്പം ന്യൂറ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ പകുതി ആരാ കഴിച്ചേ? ഞങ്ങൾക്കൊന്നും ഷെയർ തന്നില്ലല്ലോ. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് കിച്ചൺ ടീമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ കഴിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഷെയർ ഇതിൽ നിന്ന് എടുത്തുകൂടെ? കൂടുതൽ എടുക്കുന്നല്ല പറയുന്നത്, ഞങ്ങളുടെ ഷെയർ ഞങ്ങൾ ഇതിൽ നിന്ന് മാറ്റണം എന്നാണ് ന്യൂറ പറയുന്നത്. അപ്പോൾ ആര്യയും അക്ബറാണ് അവിടെ ഉള്ളത്. അവർ പറയണ ആരാ എടുത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോഴും ആര്യയും പറയുന്നുണ്ട് നിവീനായിരിക്കും എടുത്തത് പറയുന്നുണ്ട്. പക്ഷെ അക്ബർ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവൻ വന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ സമ്മതിക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അനുമോളായിരിക്കും എടുത്തതെന്നും പറയുന്നുണ്ട്. എന്നിട്ട് അനുമോളോട് പോയി ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല, എന്താ അവിടെ പ്രശ്നം ചോദിക്കുമ്പോൾ ന്യൂറ പറയുന്നുണ്ട് ഇന്നമാതിരി ആരോ യോഗർട്ട് എടുത്ത് കഴിച്ചിരിക്കണം, അതും ഷെയർ അല്ല, പകുതിയോളം. ആ ബോട്ടിലിൻ്റെ ഒരു ഇതാണല്ലോ, ക്യാനാണല്ലോ കിട്ടുക, ആ ക്യാൻ്റെ പകുതിയോളം എടുത്ത് കഴിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കൊന്നും അതിൻ്റെ ഷെയർ കിട്ടിയിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വന്ന് ന്യൂറ പറയണ ഞങ്ങളുടെ ഷെയർ ഞങ്ങൾ എടുക്കുന്നിട്ട് ന്യൂറയും സാബുമാനും വരുമ്പോൾ ആര്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുക്കാൻ സമ്മതിക്കുന്നില്ല. എടുത്തത് കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ച് തട്ടിപ്പിടിങ്ങി മേടിക്കുകയാണ്. അപ്പം ന്യൂറ പറയുന്നത് തൊടരുത്, മാറി നിൽക്ക് എന്ന് പറയണേട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പോയിട്ട് വേറെ, അപ്പോൾ ഈ യോഗർട്ട് മേടിച്ചപ്പോൾ വേറെ തൈര് അങ്ങനെ എന്തോ ഉണ്ട്, അതും എടുക്കുകയാണ് ന്യൂറ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജ് അടക്കുന്നുണ്ട്, ന്യൂറയുടെ കൈ ഇടയപ്പെടുന്നുണ്ട്. അപ്പോൾ നിവീൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ യോഗർട്ട് ആരാ എടുത്തതെന്ന് വെച്ചപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് എടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് ഇതെന്ത് മോശമാണ് നീ കാണിക്കുന്നത്, നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ എടുക്കരുത് എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും നീ എന്തിനാണ് എടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ എടുക്കും, ഞാൻ ഇനിയും ചെയ്യും എന്നതാണ് നിവീൻ്റെ മറുപടി ഉള്ളത്. ഈ നിവീന് ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഒരാൾ ഹോസ്പിറ്റലിലാക്കി ടാർഗറ്റ് ചെയ്തിട്ട് ഇനി അടുത്തത് ഇനി ആരെ ടാർഗറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലാക്കാൻ? ഇവരുടെ പ്ലാൻ എന്താ? മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കാതെ ടാസ്കിൽ ഡൗൺ ആക്കി കളഞ്ഞിട്ട് ഇവർക്ക് വിജയിക്കുക എന്നതാണോ ഇവരുടെ പ്ലാന്? കാരണം ഫുഡ് ഉണ്ടെങ്കിലല്ലേ ഓരോരുത്തർക്ക് നല്ല ഇതായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഫുഡ് കൊടുക്കാതെ ഓരോരുത്തർക്ക് ഗ്യാസ് വരുന്നു. ഇന്നലെ ഛർദിയും ഇതുമായിട്ട് അനീഷിനെയും നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ തന്നെ ഫുഡ് ഇല്ലാണ്ടാണ് ആദില തലകറങ്ങി വീണത്. പിറ്റത്തെ ദിവസം ന്യൂറക്കും ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. അടുത്ത ദിവസമാണ് നേരത്തിന് ഫുഡ് കൊടുക്കാതെയും അത് മരുന്ന് കഴിക്കാതെ ഇരുന്നിട്ടും കൂടുതൽ പ്രഷർ കൊടുത്തിട്ടും മറ്റു ഷാനവാസിനും വയ്യാതായത്. എന്നിട്ടും ഇവർ പറയണ ഫുഡ് കൊടുക്കില്ല, ഉള്ള ഫുഡ് ഞങ്ങൾ മോഷ്ടിച്ച് കഴിക്കുമെന്ന് പറഞ്ഞാൽ അതിലെന്തിനാണ്? ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണ ചില ആൾക്കാരുണ്ട്, ചില യൂട്യൂബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്ത് സോഷ്യൽ മീഡിയാസ് ഇവരെ അക്ബർ, ആര്യൻ, നിവീനെ സപ്പോർട്ട് ചെയ്യണം. ഇവരെയൊക്കെ കാണുമ്പോൾ ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റി എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും സാഡിസ്റ്റായ ഒരുത്തനാണ് നിവിൻ. മറ്റുള്ളവർ വഴക്കിടുന്നത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ യോഗർട്ടിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട് കിച്ചണിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മഗ്ഗിൽ ഐ തിങ്ക് വാട്ടറാണ് തോന്നുന്നു, വാട്ടർ എടുത്തിട്ട് വന്നിട്ട് ബിങ് ബാഗിൽ ഇരിക്കും, അങ്ങനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് ഈ വഴക്കിടുന്നത് നോക്കിയിട്ട്. ഇവന് പക്ക ഒരു സാഡിസ്റ്റാണ്. ഇവനൊക്കെ എന്തിനാ വെച്ചോണ്ടിരിക്കണേ മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് അപ്പം തന്നെ എന്താ ചെയ്യേണ്ടിയിരുന്നെന്ന് അറിയോ? ഇവനെ കൊണ്ട് സീക്രട്ട് റൂമിൽ ഇടണമായിരുന്നു, അവിടെ ഇരിക്കട്ടെ വിചാരിക്കണമായിരുന്നു. സീക്രട്ട് റൂമിൽ ഇരുന്നിട്ട് ലാലേട്ടൻ വരുന്ന ദിവസം പുറത്ത് കാണിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം അവൻ വീണ്ടും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷാനവാസിനെ ഹോസ്പിറ്റലിലാക്കി. ഷാനവാസിന് എന്താണ് ഇഷ്യൂ എന്ന് ആർക്കും അറിയില്ല. ആ സമയത്ത് അവൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? ഷോനവാസിൻ്റെ ഷോ ഒക്കെ അങ്ങനെ എനിക്കിപ്പോൾ കാണേണ്ടി വരുമല്ലോ തിരിച്ചു വന്നാൽ. അതിലും ഭേദം ആ ഷോ കാണുന്നതിലും ഭേദം ഞാൻ ഇവിടുന്ന് പോകുന്നതാണ്. ഒരുത്തനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അവനിക്ക് എന്താണ് ആയിരിക്കണത് എന്ന് പോലും അറിയില്ല. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മനുഷ്യനെ.
എന്ത് നീചമായ ചിന്താഗതിയാണ് ഇവർക്കൊക്കെ ഉള്ളത്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണവരോട് ശരിക്കും പുച്ഛം മാത്രമേ ഉള്ളൂ, പുച്ഛം. നിങ്ങളുടെ മെന്റാലിറ്റിയും കൂടെയാണ് ആലോചിക്കുന്നത് ഈ നിവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണവരുടെ. ആ അനുമോള് ചെയ്ത സമയത്ത് തന്നെ അവനക്കൊരു താക്കീത് കൊടുത്തിരുന്നെങ്കിൽ ഇന്നലെ ഇത്ര ഇഷ്യൂസ് ഉണ്ടാവില്ല, ഇന്ന് ഇത്ര ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇത് ഈ പുന്നാരിച്ചത്ത് ആലോചിച്ച് ഈ നിവിനെ പിടിച്ചു നിർത്തിയേക്കണ എന്തിനാണെന്നാണ് മനസ്സിലാക്കാത്തത്. ഇന്നലെ അത് പറഞ്ഞ സമയത്ത് ഷാനവാസ് വന്നിട്ട് തീരുമാനം എടുക്കാന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ ചെയ്യായിരുന്നു, ബിഗ് ബോസിനെ കൊണ്ട് സീക്രട്ട് റൂമിൽ ഇടായിരുന്നു. 4th സീസണിൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നിട്ട് ജസ്റ്റ് ഒന്ന് തള്ളേനാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണന് സീക്രട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ലാലേട്ടൻ വന്ന ദിവസമാണ് പുറത്ത്. സെയിം അതിവിടെ ചെയ്യായിരുന്നു. ഇത് തള്ളൽ മാത്രമല്ല, ഒരാൾക്ക് ഹാർട്ടിനും പ്രോബ്ലം ഉള്ള ഒരാളാണ്, അറിഞ്ഞിട്ടും കൂടെയാണ് മരുന്ന് കഴിക്കാനോ ഫുഡ് കൊടുക്കാനോ കൂടുതൽ പ്രഷറുമാണ് അവർ കൊടുത്തിരിക്കുന്നത് അവിടെ. നിവിന് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് ചെയ്തിരിക്കുന്നത്. നിവിൻ നല്ലൊരു എൻ്റർടൈനർ ആണ് എന്ന് ഞാൻ തന്നെ പറഞ്ഞ ആളാണ്. എനിക്ക് തന്നെ ഫസ്റ്റ് ആദ്യമൊക്കെ വന്ന ടൈമിൽ നിവിന് ഇഷ്ടമായിരുന്നു, നല്ലൊരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ. പക്ഷെ പോകെ ഓരോരുത്തരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമെന്ന് പറയുമല്ലോ, അതുപോലെ ഇപ്പോൾ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കണം. ഇത്രയൊക്കെ ആയിട്ട് ഇന്ന് രാവിലെയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. എന്നിട്ട് ആരും കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇതൊന്നും പറ്റില്ല, ഇവിടെ നിങ്ങളുടെ കൂടെ ഇനി കിച്ചൺ ടീമിൽ ഇരിക്കാൻ എനിക്ക് പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, അതിൽ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട എന്നും പറഞ്ഞിട്ട് ആര്യൻ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ അത് ആര്യൻ്റെ നാടകമാണോ എന്തോ അറിയത്തില്ല. ആരും പറയുന്നുണ്ട് ഇനി ഞാൻ കിച്ചൺ ടീമിൽ നിൽക്കില്ല, നിങ്ങൾ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നിട്ട് പഴി കേൾക്കേണ്ടത് ഞങ്ങളും എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ പറയുന്നുണ്ട്. ഈ വഴക്കുണ്ടാവുന്ന സമയത്ത് സാബുമാൻ ഇവരുടെ കൂടെയാണല്ലോ നിന്നത്, മീൻസ് ഈ പാട്ട ഗേൾസ് എന്ന് പറയുന്നവർ അവരുടെ കൂടെയാണല്ലോ നിന്നത്. അപ്പം സാബുമാൻ അവരുടെ കൂടെ നിന്നതിന് ഈ അക്ബർ ആയാലും ആര്യനായാലും സാബുമാനെ വഴക്ക് പറയാണ്, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട്. സാബുമാനും അവിടെ ഫുഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സാബുമാൻ്റെ പോർഷനും കൂടെയാണ് അല്ലെങ്കിൽ ഷെയറും കൂടെയാണ് ഇവിടെ മോഷ്ടിച്ച് പോയേക്കുന്നത്. ഇവർക്ക് കിട്ടുന്ന പ്രോട്ടീൻ വിറ്റമിൻസ് ഒക്കെ ഈ കൊടുക്കുന്ന ഫുഡിൽ നിന്നാണ് കിട്ടുന്നുള്ളൂ, അല്ലാതെ എക്സ്ട്രാ അവർ സാധനങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല. കിട്ടുന്ന സാധനമൊക്കെ ഒരുത്തം മാത്രം ഇങ്ങനെ തിന്ന് തടിച്ച് കൊഴുത്ത് അവിടെ ഇരിക്കുക എന്ന് വെച്ചാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ. ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഈ യോഗട്ട് എടുത്ത് മാറ്റുന്ന സമയത്ത് അക്ബർ സൈലൻ്റായി നിന്ന്, അതായത് സൗണ്ട് ഇല്ലാതെ അനുമോളുടെ വാപ്പാക്ക് വിളിച്ച് വാപ്പാനെ പോയി പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ക്ലിയർ അല്ല. അനീഷാണ് അവിടെ ചോദിക്കുന്നുണ്ട്, അനുമോൾ അവിടെ സൗണ്ട് കുറച്ച് അക്ബർ നിന്നെ എന്താ വിളിച്ചതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അനുമോളോട്. അനുമോൾ പറയുന്നുണ്ട് എൻ്റെ വാപ്പ എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. തിരിച്ച് അനുമോളും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിപ്പോൾ എന്താ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഈ അക്ബർ തന്നെയാണ് പറഞ്ഞത് വിളിക്കരുത് എന്ന്. ഈ അക്ബർ തന്നെ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ ചോദിക്കും അനുമോൾ വിളിച്ചത്, രണ്ടാളും വിളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അനുമോൾ ചോദിക്കേണ്ടത് എന്നെ വിളിക്കുമ്പോൾ പിന്നെ ഞാൻ കേട്ടിട്ടിരിക്കണോ, ഞാൻ തിരിച്ചു വിളിച്ചു എന്നാണ് അനുമോൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ അനുമോളുടെ ചില ഐഡിയോളജീസുമായിട്ട് എനിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ആളാണ്. പക്ഷേ ഈ 3 ഗുണ്ടകൾ കാണിക്കുന്ന കാട്ടിലേൽ കാണുമ്പോൾ അനുമോളൊക്കെ എത്ര ബെറ്റർ എന്നാണ് തോന്നിപ്പോകുന്നത്. അത്രത്തോളം ഇവർ 3 പേരും ക്യാപ്റ്റനായി എന്താ പറയുക, ചില അധികാരങ്ങൾ തലക്ക് പിടിച്ചാൽ ചിലവർക്ക് മത്ത് പിടിക്കുമെന്ന് പറയില്ലേ, ആ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഇവിടെ എക്സ്പോസ് ചെയ്യാനാണോ ക്യാപ്റ്റൻസി കൊടുത്തേക്കണത്, അതോ ബിഗ് ബോസ് താലോലിക്കാൻ വേണ്ടി ക്യാപ്റ്റൻസി കൊടുത്തിട്ട് ബിഗ് ബോസ് തന്നെ ഇപ്പോൾ തലയിൽ കൈവച്ചിട്ടിരിക്കുകയാണോ എന്ന് മനസ്സിലാവാത്തത്. അതുപോലെ ചിലർ ചോദിക്കുന്നത് കേട്ടു, ചിലരുടെ കമൻസ് ഒക്കെ കണ്ടായിരുന്നു, എന്തിനാണ് ഇത്രയും അൺഫിറ്റായ ആളെ ബിഗ് ബോസിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് ഷാനവാസിനെ എന്തിനാണ് കൊണ്ടുവന്നത്, ബിഗ് ബോസ് എന്തുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. എന്താണെന്ന് ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് എന്നത് സമൂഹത്തിൻ്റെ നേർക്കാഴ്ച എന്നാണ് പറയുന്നത് അല്ലേ. സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയിൽ പല വിധത്തിലുള്ള ആളുകളുണ്ട്. അസുഖക്കാരുണ്ട്, LGBTQ ആൾക്കാരുണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, അതെല്ലാം കൂടെ യോജിച്ചാണ് ഒരു ബിഗ് ബോസ് എന്നുള്ളത്. അതിനകത്ത് അവർ പെരുമാറുന്ന പെരുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നതും അവർക്ക് വോട്ട് കൊടുക്കുന്നതും അല്ലേ. ഓരോരുത്തർ പറയുണ്ടായിരുന്നു ഒരു വോട്ടിന് 150 രൂപ കൊടുത്തിട്ടൊക്കെ പിയാസ് കൊടുക്കുന്നുണ്ട് എന്ന്. എനിക്കറിയില്ല, നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യുന്നവർക്കൊക്കെ ആരൊക്കെ എത്ര രൂപയ്ക്ക് തന്നു? 150 രൂപ മേടിച്ചിട്ടാണോ നിങ്ങളൊക്കെ ഈ അനുമോൾക്കും അനീഷിനൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കണേ? എനിക്കറിയില്ല, ഞാൻ ഇന്നലെ ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞത് കേട്ടതാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല. സോ അതൊക്കെ കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് PR എന്ന് പറഞ്ഞിട്ട് സ്വന്തം PR ആയിക്കൊണ്ടിരിക്കണോ എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലൈവിൽ ഇതൊക്കെയാണ് നടന്നത്. ഗ്രീക്ക് യോഗട്ട് എടുത്തിട്ട് പോകുന്നതും അതിനെ സംബന്ധിച്ചിടത്തുള്ള വിഷയങ്ങളുമാണ് ലൈവിൽ രാവിലെ തന്നെ നല്ലൊരു ഫൈറ്റായിട്ട് നടന്നത്. അതായിരുന്നു ഇന്നലെ കണ്ട പ്രേമോയിലുള്ളതും.
നിവിൻ ചെയ്യുന്ന തനി ചെറ്റത്തരം എന്ന് തന്നെ പറയാൻ. നിവിനെ സീക്രട്ട് റൂമിൽ ഒറ്റക്ക് കൊണ്ടുപോയി ഇടണമായിരുന്നു. ബിഗ് ബോസ് കൊടുക്കുന്ന 3 നേരം കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഈ ഇവരുടെ ഇടയിൽ വീണ്ടും ഒരുമാതിരി കാട്ടിലുകൾ ചെയ്യുന്നവരെയൊക്കെ എന്തിനാണ് ഈ പുന്നാഴ്ച താലോലിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കണേന്ന് മനസ്സിലാവുന്നില്ല. കാരണം മറ്റുള്ളവരുടെ ഫുഡൊക്കെ തട്ടിയും വെട്ടിയും എടുത്ത് തിന്ന് കഴിച്ച് കൊഴുത്ത് ഇരിക്കുന്നത് നിവിൻ മാത്രമാണ്. ബാക്കി എല്ലാവരും ഇപ്പോൾ പുറത്ത് വന്ന ശൈത്യൊക്കെ പറയുന്നുണ്ടായിരുന്നു 20 kg എന്തോ വെയിറ്റ് കുറഞ്ഞു അതിനകത്ത് പോയതിന് ശേഷം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ നിവിനൊക്കെ 20 kg കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. എന്നിട്ടും ഇവനെ നിലക്ക് നിർത്താൻ പറ്റുന്നില്ല. ഈ ആര്യനൊക്കെ ഈ നൂറ അങ്ങനെ എടുക്കാൻ പോയപ്പോൾ തട്ടിപ്പറിച്ച് മേടിക്കണുണ്ടല്ലോ, ഇതേ തട്ടിപ്പറിക്കൽ എന്തുകൊണ്ട് നിവിനോട് ചെയ്യുന്നില്ല? അവർക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? അക്ബറൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറാനോ? എന്നിട്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ചില ആളുകളും എന്തൊരു വൈറ്റ് വാഷ് ആണ് പുറത്ത് കിടന്നിട്ട് ചെയ്യണത്. ഹ്യൂമൻസ് അല്ലേ, 24 hours ഹ്യൂമാനിറ്റി. ഇതാണോ ഹ്യൂമാനിറ്റി? ഇനി നമുക്ക് ഇന്നിപ്പോൾ ലൈവിൽ എത്രയൊക്കെയാണെന്നോ, ഇനി നമുക്ക് ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് റിവ്യൂ ചെയ്യാം. ഓക്കെ, ഫസ്റ്റിന് നമ്മളുടെ ഫൈറ്റാണ്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ലൈവ് അപ്ഡേഷൻ പോലെ ഇട്ടായിരുന്നു. ഷാനവാസിന് ചെയ്ത കാര്യങ്ങളൊക്കെ മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് പറയുന്നത് പാത്രം ക്ലീൻ അല്ല, അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. പാത്രം ക്ലീൻ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ശരിയാണ്, പാത്രം ക്ലീൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ വീടല്ല, അതൊരു ബിഗ് ബോസ് ഹൗസാണ്. എന്നാലും പറയട്ടെ, ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ അക്ബർ അവർ ക്യാപ്റ്റൻ തന്നെയായിരുന്നല്ലോ. ഈ ക്യാപ്റ്റന്മാർ മറ്റുള്ള ഇത് ചെയ്യണവരെ ഹെൽപ്പ് ചെയ്യലാണ് എല്ലാ സീസണിലും എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പും ക്യാപ്റ്റന്മാർ ഇപ്പോൾ ആൾക്കാർ കുറവാണെങ്കിൽ അവരെടുത്തിട്ട് വർക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റന്മാർ എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യുക. ഈ ക്യാപ്റ്റന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിൽ കുറച്ച് മാവിൻ്റെ അത് കണ്ടെങ്കിൽ അവർക്കൊന്ന് കഴുകിയെടുത്ത് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇഷ്യൂ ഉണ്ടാക്കണം. അവരുടെ ക്യാപ്റ്റൻസി അവർക്ക് തന്നെ തലവേദന ആവണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ അനുമോൾക്കും ഇതൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്ന് വേണമെങ്കിൽ അനുമോൾക്കും വേണമെങ്കിൽ എന്നാ കഴുകി കൊടുക്കാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇതാക്കേണ്ട ആവശ്യമുള്ളൂ ആ പാത്രം. ഇപ്പോൾ മാവ് കുഴച്ച പാത്രത്തിലൊക്കെ ഉണ്ടാവുന്നതാണ്, ചപ്പാത്തി മാവ് കുഴച്ച പാത്രത്തിലൊക്കെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. അത് കഴുകി അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇഷ്യൂ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ അവിടെ എല്ലാം ഇഷ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഫസ്റ്റ് തന്നെ വഴക്ക് ഉണ്ടാവുന്നത്. അതിലേക്ക് ഷാനവാസ് വരികയാണ്. ഷാനവാസ് ആണല്ലോ വെസൽ ടീമിൽ ഒരാൾ, ഷാനവാസ് ആണല്ലോ വരികയാണ്. അപ്പോൾ ഇവർ ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ നൂറ എണീച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിലേക്ക് ഷാനവാസ് വരുന്നുണ്ട്. ഇവർ ഫുഡ് ഉണ്ടാക്കില്ല എന്നാണോ പറയുന്നത്? എന്നാൽ പിന്നെ നൂറ ഉണ്ടാക്കുന്ന ഫുഡ് ഇവർ 3 പേർക്ക് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയൊക്കെ ഒന്ന് ഷാനവാസ് പറയണം. അപ്പോൾ നൂറ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഈ ആര്യൻ, നിവിൻ, അക്ബർ എങ്ങനെയെന്ന് പറയുക, പിറകിൽ നിന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കത്തേ ഉള്ളൂ. ബാക്കി ചെയ്യണത് ആര്യനും നിവിനുമാണ്. അതിൽ മെയിൻ കാഴ്ചപ്പാടിൽ എല്ലാവർക്കും കാണുന്ന പോലെ ചെയ്യുന്ന ആളാണ് നിവിൻ. അതുകൊണ്ടാണ് ലാസ്റ്റ് വരുമ്പോൾ നിവിന് ഒരുപാട് തെറ്റ് വരുന്നത്. പിറകിൽ നിന്ന് ഇവരും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. കാരണം ഇവർ നൈസാണെന്ന് മാറി നിന്നിട്ടാണ് ചെയ്യുന്നത്. അതും വലിയ ഇഷ്യൂ എന്തെങ്കിലും ആവണമെന്ന് കാണുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും മാറി പോകുന്നതുമുണ്ട്. അതുകൊണ്ടാണ് നിവിന് മാത്രം കുറ്റപ്പെടുത്തലുകൾ വരുന്നത്. ഇപ്പോൾ നൂറ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് കയ്യിൽ കൊടുത്ത ആള് ആര്യനാണ്. പക്ഷെ പ്രശ്നം ഉണ്ടായതായിരിക്കാണ്? നിവിനാണ്. അതുപോലെ തന്നെ അനുമോളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ച സമയത്ത് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തത് ആര്യനാണ്. പ്രശ്നമായത് നിവിനാണ്. ഈ നിവിന് ചായപാത്രം കുത്തി കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചപ്പോൾ പുറത്ത് നിന്ന് ക്ലാപ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചത് ആര്യനാണ്. പ്രശ്നം വന്ന് നിവിനാണ്. അപ്പോൾ ആര്യൻ പുറകിൽ നിന്ന് സ്ക്രൂ കയറ്റുന്നുണ്ട്. പക്ഷെ പുറത്ത് വരുന്നത് നമ്മളുടെ കാഴ്ച ഒരുപാട് ഓവറായിട്ട് ചെയ്യണത് നിവിനാണ്. അതാണ് വ്യത്യാസം വരുന്നത്. നിവിൻ ഒരുപാട് ഇവർ ചെയ്താലും കാണുന്നില്ല. നിവിൻ ഒരുപാട് എക്സ്പ്രസീവായിട്ടാണ് ചെയ്യണത്. ഇവർ പുറകിൽ നിന്ന് പതുക്കെയാണ് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ നിവിൻ്റെ കയ്യിൽ നിന്നിട്ട് ഷാനവാസ് പിടിച്ച് വാങ്ങാൻ നോക്കുകയാണ് പാലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ പാൽ എടുത്തുകൊണ്ട് പോകുന്നത് മേടിക്കാൻ നോക്കുന്ന ഷാനവാസിൻ്റെ മേത്തേക്ക് പാല് ചീറ്റി എറിയുകയാണ്. എറിയുമ്പോൾ തന്നെ ഷാനവാസിൻ്റെ നെഞ്ചത്ത് പോയാണ് ആ എയർ തട്ടുന്നത്. ഇനി കൈ തട്ടിയോ ഇല്ലേന്നൊന്നും നമുക്ക് എപ്പിസോഡിലും ക്ലിയർ അല്ല, ലൈവിലും ക്ലിയർ അല്ല. തട്ടിയോ ഇല്ലയോ ഒരു ഭയങ്കര സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. നിവിൻ പാൽ പാക്കറ്റ് എറിഞ്ഞു,
പാൽ പാക്കറ്റല്ല, പാലിൻ്റെ മറ്റേ ഇതാണല്ലോ. അപ്പോൾ അത് എറിഞ്ഞു എന്ന് ഷാനവാസ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നെഞ്ച് പിടിച്ചിട്ട് ഇരുന്നിട്ട് ഇവരോട് അനീഷിനോടൊക്കെ പറയണ്ടായിരുന്നു എന്താ പറ്റി എന്ന് ചോദിക്കുമ്പോൾ പതുക്കെ പറയണ്ടായിരുന്നു. ഇവർ ഒച്ചടണ സമയത്ത് ഒരുപാട് ക്ലിയർ അല്ല പറയണത്. പിന്നെ ഒരു കാര്യം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഒരാൾ വയ്യാതെ അവിടെ കിടക്കണം, അതിൻ്റെ മുന്നിൽ കിടന്നിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ നൂറക്കായാലും അനുമോൾക്കായാലും ഒന്നും ആ ഫൈറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തോ പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടായിരുന്നു. ഇവർ ഈ ചുറ്റും നടന്നിട്ട് ഈ വയ്യാതെ നെഞ്ചത്ത് കൈപിടിച്ചിരുന്ന ആളുടെ ചുറ്റും നടന്നിട്ട് നാടകമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹ്യൂമാനിറ്റി അതാണ്. അവർ പറയുന്ന ഈ 24 hours അവർ പറയുന്ന ഹ്യൂമാനിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരാൾ നെഞ്ചത്ത് കൈവച്ച് ഇരിക്കുമ്പോൾ നാടകമാണ് എന്ന് പറയുന്നതായിരിക്കും അവർക്ക് ഹ്യൂമാനിറ്റി. ഈ അക്ബർ ആയാലും, ഈ അക്ബറിനോടാണല്ലോ ഷാനവാസ് ഒരുപാട് പറഞ്ഞിട്ടുള്ളത്. ഷാനവാസിൻ്റെ കഥയൊക്കെ പറഞ്ഞതും ഉമ്മ ഈ പ്രായത്തിൽ എൻ്റെ ഉമ്മ മരിച്ചു എന്നുള്ള രീതിയിലൊക്കെ കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അക്ബറാണ്. എന്നിട്ടും അക്ബർ ഒരാൾ വീണ് കണ്ടിട്ടും കൂടെ അക്ബർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മിണ്ടാതെ അവിടെ നോക്കി നിൽക്കുക ചെയ്തത്. നമ്മുടെ ശത്രുവോ ആരോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അയാൾ നാടകം കളിക്കണമെന്ന് തന്നെ വെച്ചോട്ടെ, ഒരാൾ വീണ് കാണുമ്പോൾ ആദ്യം പോയി പിടിക്കുക, അതിന് ശേഷമല്ലേ നാടകമാണോ എന്താണെന്ന് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരാൾ ഇരിക്കണത് കണ്ടിട്ട് അയാളിനെ കയറി പിടിച്ചതും ഇല്ല, എന്നിട്ട് ചുറ്റും നടന്നിട്ട് ഈ വട്ടത്തിൽ നടന്നിട്ട് എന്താ പറയുക നാടകമാണ് എന്നുള്ള വർത്താനം. അത് കേൾക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. ഇപ്പം പറയാ, അപ്പം പിടിക്കാൻ വന്നു, ഇപ്പോൾ അക്ബർ പിടിക്കാൻ വന്നു, അപ്പം നൂറ പറഞ്ഞു നാടകമല്ലേ, ഞങ്ങൾ ഇന്നലെ കളിച്ചത് നാടകം, ഇന്നതേ വയ്യാതെ കിടക്കുന്നു നാടകം, നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ട്? ആ ഒരു ചോദ്യം മതി അവിടെ. പിന്നെ ഈ കിടന്ന് അലക്കേണ്ട ആവശ്യം ഉണ്ടായില്ല ഒരു വയ്യാതെ കിടക്കുന്ന ആളുടെ മുന്നിൽ കിടന്നിട്ട്. അതിപ്പോൾ അനുമോളായാലും നൂറയായാലും അവരുടെ ദേഷ്യമാണ്, ഇങ്ങനെ ചെയ്തതിനുള്ള ദേഷ്യമാണ്, ശരിയാണ്. പക്ഷെ എന്നാലും ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ അയാളുടെ മുന്നിൽ കിടന്ന് അയാളിനെ അങ്ങോട്ട് കൊണ്ടുപോയി ആക്കിയിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇവർക്ക് വഴക്കിടായിരുന്നു. ആര്യൻ പിടിക്കാൻ പോയപ്പോൾ, അതായത് ഫസ്റ്റ് നാടകമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇവർക്ക് ഇതെങ്ങനെ തിരുത്തണമല്ലോ. ഈ നാടകമാണെന്ന് പറഞ്ഞ കാര്യം തിരുത്തി നല്ലവരാവണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ പിടിക്കാൻ പോയത്. പിടിക്കാൻ പോയ സമയത്ത് അനുമോൾ പറഞ്ഞു വേണ്ട നിങ്ങൾ പിടിക്കേണ്ട, മാറി പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളിനെ ഇങ്ങനെ മടക്കിയിട്ട് തള്ളി വിടുകയാണ് ചെയ്തത്. അനുമോൾ വന്നിട്ട് നൂറയുടെ മേത്തേക്കാണ് വീഴുന്നത്. അപ്പം തന്നെ നൂറ പറയുന്നുണ്ട് എന്താ ആര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അവരപ്പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ അനുമോൾ ചെയ്ത കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല. അനുമോളും ചെയ്തിട്ടുണ്ട് ആര്യം. ശരിക്കും അതൊക്കെ ഫിസിക്കൽ അസോൾട്ടാണ്. അനുമോൾ കംപ്ലൈൻറ്റ് പറയേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അനുമോൾ കംപ്ലൈൻറ്റ് പറഞ്ഞില്ല? ചിലപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല. അനുമോൾക്ക് കംപ്ലൈൻറ്റ് പറയാം അവിടെ. കാരണം കൈ പിടിച്ച് തിരിച്ചിട്ട് തള്ളുകയാണ് ചെയ്തത്. അത് കാണുന്നുണ്ട്. ലൈവിൽ കണ്ടില്ല. ലൈവിൽ നൂറയുടെ മേത്തേക്ക് വന്ന് വീഴുന്നതാണ് കണ്ടോളൂ. പക്ഷേ നമ്മുടെ എപ്പിസോഡിൽ കാണുന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് തള്ളണത്. എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഷാനവാസിനെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി. എനിക്ക് അതല്ല, ഈ ബിഗ് ബോസ് ഷാനവാസ് ഈ വയ്യാതെ കിടക്കുന്ന ആളിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിഗ് ബോസ് മെഡിക്കൽ ടീമിനെ ഇങ്ങോട്ട് വിട്ടില്ല. ഒരാൾ വയ്യാതെ കിടക്കുന്നു, വിറക്കുന്നു ഒക്കെ ചെയ്യുന്നു. കഴിഞ്ഞ സീസണിൽ പൂജയ്ക്ക് വയ്യാതെ ആയപ്പോൾ നടുവിന് എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോൾ ബിഗ് ബോസ് ടീമാണ് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് പൂജയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് ബിഗ് ബോസിന് അറിയാലോ ഷാനവാസ്. എന്തുകൊണ്ട് അകത്തേക്ക് മെഡിക്കൽ ടീമിനെ വിടായിരുന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾക്ക് എണീക്കാൻ വയ്യാതെയാണല്ലോ കിടക്കുന്നത്. ഇവരാണെങ്കിൽ വട്ടത്തിൽ കിടന്ന് വഴക്കിടുന്നത്. എന്തായാലും ബിഗ് ബോസിന് അറിയാലോ ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. ഇത്ര നാൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ബിഗ് ബോസിന് മെഡിക്കൽ ടീമിനെ അകത്തേക്ക് വിടായിരുന്നു. അതെന്തുകൊണ്ടാണ് ബിഗ് ബോസ് വിടാതെ ഇരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. ലിവിങ് റൂമിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോഴും ഇവർ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാരണമല്ലേ എന്നുള്ള രീതിയിലൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എല്ലാം പറയുന്നുണ്ട്. രണ്ടുപേരും പറയുന്നുണ്ട്. ഒരാളിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെ സംസാരങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, അനീഷ് മാത്രമാണ് ആ പാല് പോയ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ ഈ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ലിവിങ് റൂമിൽ വന്നിരുന്നതിന് ശേഷം ബിഗ് ബോസ് നിവീനെ വിളിക്കുകയാണ്. അപ്പം നിവീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരാളെ റെസ്പെക്റ്റ് ഇല്ല. എന്തിനാണ് നിവീൻ അതിനുള്ളിൽ ഇരിക്കുന്നത്? ലാലേട്ടന് വന്നാലും ലാലേട്ടനോട് ഒരുമാതിരി കളിയാക്കണ പോലെ സംസാരം. ബിഗ് ബോസിനെ റെസ്പെക്റ്റ് ഇല്ല, പറഞ്ഞ ഒന്നും അനുസരിക്കില്ല. ഒരു ടാസ്കിനിടയിലും നിവീൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ ബിഗ് ബോസ് എത്ര പ്രാവശ്യം വിളിച്ച് പറയണം നിവീൻ അങ്ങനെയല്ല അങ്ങനെ ചെയ്യരുത് എന്ന് വിളിച്ച് പറഞ്ഞാലാണ് ഒന്ന് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വിളിച്ചു നിവിൻ എന്ന് വിളിക്കുമ്പോൾ നിവിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാലിന് മേലെ കാലും കയറ്റി വെച്ചിട്ട് യെസ് ബിഗ് ബോസ്
ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിന് ദേഷ്യം വരുന്നുണ്ട്. നിവിൻ വിളിച്ചത് കേട്ടില്ലേ, എണീച്ച് നിൽക്കുമോ എന്നൊക്കെ ലൈവിൽ പറഞ്ഞായിരുന്നു. പക്ഷെ അത് എപ്പിസോഡിൽ വന്നപ്പോൾ അത് കട്ടാണ്. അപ്പം നിവിൻ എണീച്ച് നിന്നിട്ട് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. ഇനി ആരുടെയെങ്കിലും ദേഹോപദ്രവം ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനം നിവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ, നിവിൻ്റെന്നല്ല എല്ലാവരുടെ ഭാഗത്ത് നിന്ന് വന്നാലും ഇവിടുന്ന് പുറത്താക്കും. ഞങ്ങൾ പുറത്താക്കുന്നതും നിങ്ങൾ പുറത്തു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഇറങ്ങിക്കോ പുറത്ത് എന്ന് പറഞ്ഞിട്ട് ആ സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി ഇടണമായിരുന്നു. ഇനി അപ്പോഴും അല്ല, ആ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചല്ലോ ബിഗ് ബോസ്. ഈ ഷാനവാസിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടെ നോക്കാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാണ്. ഷാനവാസ് വന്നതിന് ശേഷം ഇനി ബാക്കി നമുക്ക് സംസാരിക്കാനുണ്ട് നിവിൻ എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് കൺഫെഷൻ റൂം വഴി തന്നെ പുറത്തേക്ക് കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെയായിരുന്നു പണിഷ്മെന്റ് കൊടുക്കേണ്ടിയിരുന്നത്. തിരിച്ച് വീണ്ടും ഇവർക്കിടയിൽ തന്നെ കൊണ്ടുവന്നിരുത്തി ഞാനിപ്പോൾ പോവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഡ്രസ്സൊക്കെ മാറ്റി, മറ്റേ എന്താ പറയുക, വീക്കെൻഡ് എപ്പിസോഡിൽ ഇടുന്ന ഡ്രസ്സൊക്കെ മടക്കി വെച്ച് എന്തിനും മെൻ്റലി ഒന്ന് തയ്യാറാക്കി ഒരു പാൽ പാക്കറ്റ് എറിഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഇവിടുന്ന് പുറത്താവണമെങ്കിൽ പുറത്തായിക്കോട്ടെ, ഷോനവാസിൻ്റെ ഷോ ഒന്നും ഇനി കാണണ്ടല്ലോ, അല്ലെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം ഷോനവാസിൻ്റെ ഷോ കാണേണ്ടി വരൂലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ ഈ സംസാരിക്കാനുള്ള ഒരിതും കൊടുക്കരുതായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഇപ്പം എന്ത് പണിഷ്മെൻ്റാണ് നിവിന് കിട്ടുന്നത്? വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് എന്ത് പറയുന്ന ആർക്കും അറിയില്ല. വീണ്ടും അവന് ഇതേ പ്രവൃത്തികൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നടങ്ങിയെങ്കിലും, അത് പറഞ്ഞപ്പോൾ ഒന്നടങ്ങിയെങ്കിലും ഇന്ന് രാവിലെയും ഇതേ പ്രവൃത്തികൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ അനുമോളെ ഇപ്പം ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇപ്പം എല്ലാവരും, ഇപ്പം ഇവർ 3 പേരും ഒരു ടീമും ബാക്കി ഹൗസ് മേറ്റ്സ് എല്ലാവരും ഒരു ടീമും ആയിരിക്കുകയാണ്. എല്ലാവരും തിരിഞ്ഞു. സാബുമാനും അനീഷും വരെ ഇവർക്കെതിരെ തിരിഞ്ഞേക്കാണ് ഇപ്പോൾ. അങ്ങനത്തെ പ്രവൃത്തികളാണ് അവർ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കൊടുക്കുന്നില്ല, മെയിനായിട്ട് അതാണ്. ഫുഡ് കൊടുക്കുന്നില്ല നേരത്തിന്. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പറയുന്നത് വെസൽ ക്ലീൻ ചെയ്ത് തരട്ടെ. എന്തിനാ അനുമോൾ വെസൽ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അനുമോൾ, ആദില ഇവരൊക്കെ വേറെയാണ് ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയത്. ഷാനവാസ് പോയതിനു ശേഷം ഇവരുണ്ടാക്കിയ ഫുഡ് വേണ്ട, ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആദില, അനുമോൾ വേറെയാണ് ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയത്. അവർ ഫുഡ് ഉണ്ടാക്കിയതും അവർ കഴിച്ചതും അവർ വെസൽ ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. എന്നിട്ട് ഇവന്മാർ പറയണേ ഇവരുണ്ടാക്കിയതും ഇവർ കഴിച്ചതും അനുമോൾ ക്ലീൻ ചെയ്ത് തരണം, എന്നാലേ ഇന്ന് രാവിലെ കുക്ക് ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് നിൽക്കുകയാണ്. അതൊക്കെ എന്താണ് ആവശ്യം? അനുമോൾക്ക് അവർ വെച്ചുണ്ടാക്കി തിന്നതിൻ്റെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് രാവിലെ പറയാണ് വെസൽ ക്ലീൻ ചെയ്തില്ല, ഈച്ച പറക്കുന്നത് കണ്ടോ, അതിൻ്റെ മുകളിൽ ഇവർ വെച്ചുണ്ടാക്കി തിന്നത് കഴുകി കൊടുക്കാനാണോ അനുമോൾ അവിടെ ഇരിക്കുന്നത്? അല്ല, എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് ഇപ്പം എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു, നല്ല രീതിയിലൊക്കെ വെസൽ ക്ലീൻ ചെയ്യുക, ഓക്കെ. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് എല്ലാവർക്കും ഫുഡ് ഇതാ, അപ്പം ഞാൻ വെസൽ ക്ലീൻ ചെയ്യുക എന്ന് അനുമോൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അനുമോളുടെ ഐഡിയോളജി ആയിട്ട് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇപ്പുറത്ത് നിന്നിട്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേറെ വഴിയില്ല, അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായി പോവുകയാണ്. അമ്മാതിരി കാട്ടിലാണ് ഇപ്പുറത്ത് നിന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആര്യൻ്റെ ഡബിൾ മീനിങ് വേർഡ്സ്, അത് ആര്യൻ ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നെയാണ് ഫ്രിഡ്ജ് അതിലേക്ക് കൊണ്ടുവന്നത്. ഇവരൊക്കെ ടാസ്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് എന്താണ്ട് പറഞ്ഞപ്പോൾ പാൽക്കുപ്പി കളഞ്ഞു പോയോ എന്നുള്ള രീതിയിൽ ആദില ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന സമയത്ത് ആര്യൻ തിരിച്ചു ചോദിക്കുന്നത് കുറച്ച് പാല് തരുമോ എന്ന്. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മൈൻഡിൽ വന്നത് തോന്നുന്നു, ആ ഫ്രിഡ്ജിലിരിക്കുന്ന പാലെടുത്ത് തരുമോ നോക്കിയതിന്. ഈ പറയൽ തന്നെ അപ്പം തന്നെ നിവിനിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചോദിച്ച സമയത്ത് ഒരുമാതിരി ആക്കിയ ചിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഫ്രിഡ്ജ് ചേർത്തിയത്. ഏറ്റവും കൂടുതൽ ഡബിൾ മീനിങ് സംസാരിക്കുന്നത് അവിടെ ആര്യനാണ്. ഇപ്പോൾ ഇവർ ആദിലെ നൂറയും ചില സമയത്തൊക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അവരും തിരിച്ച് പറയുന്നുണ്ട്. ചില സമയത്തൊന്നും അവർ എൻജോയ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ എല്ലാ സമയത്തും അതിനെ മാറ്റി നിർത്തണമായിരുന്നു. ചില സമയത്ത് മാത്രം എൻജോയ് ചെയ്യുക, ചില സമയത്ത് മാത്രം ഇതാക്കുക. പല ടൈമിലും ആര്യൻ ഇതുപോലെ ഡബിൾ മീനിങ് ആണ്. എന്നിട്ട് ഇവർ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട്. പക്ഷെ ആര്യൻ്റെ വേ ഓഫ് ടോക്ക് ആ രീതി തന്നെ ആയിരുന്നു.
ലൈവിൽ കണ്ടവർക്ക്, ലൈവിലല്ല എപ്പിസോഡിലും ആ ഭാഗം ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഡബിൾ മീനിങ് സംസാരിച്ച് ചോദിച്ചതിനൊക്കെ ശേഷമാണ് ഈ നൂറ ആദിലിനോട് പറയുന്നത് എന്തോ നൂറൻ്റെ ടാസ്കിൻ്റെ ഇടയിൽ നേവൽ കണ്ടപ്പോൾ ആര്യൻ നോക്കിയെന്നോ ഇങ്ങനെ കിസ് ചെയ്യണ പോലെയൊക്കെ കോപ്രായം കാണിച്ചു എന്നൊക്കെ പറയുന്നു. അത് ഏത് ടാസ്ക് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബോൾ എടുക്കണ ടാസ്ക് എന്നോ ബോൾ എറിയണ ടാസ്ക് എന്നോ എനിക്ക് തോന്നുന്നു ഇന്നലെ മിഞ്ഞാന്ന് നടന്ന ടാസ്ക് ആണെന്ന് തോന്നുന്നു. മറ്റേ ബോള് എറിഞ്ഞവർ മാവ് ഇതാക്കി പിടിച്ചല്ലോ, ആ ടാസ്ക് ആണെന്ന് തോന്നുന്നു. കൈ പൊക്കിയിട്ട് നിൽക്കുമ്പോൾ നേവൽ കണ്ടുവെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് ക്ലിയർ ഇല്ല. ആദിലൊക്കെ ദേഷ്യം വേണ്ട നീ എന്നിട്ട് അതിന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അനുമോൾ ആദില അവർ തമ്മിലുള്ള അങ്ങനെയുള്ള സംസാരങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ക്ലിയർ അല്ല കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിനുശേഷമാണ് പിന്നെ കാണിക്കുന്നത് ഈ വെസൽ ക്ലീൻ ചെയ്യണം അനുമോള് എന്ന് പറഞ്ഞിട്ട് ആര്യൻ സംസാരിക്കുന്നു, ന്യൂറയോട് സംസാരിക്കുന്നു. ന്യൂറ വന്ന് ഇവരോട് പറയുന്നു, അനുമോളോടും ആദിലനോടും പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞങ്ങൾ കഴിച്ച നമ്മളാണല്ലോ, നമുക്ക് ഫുഡ് ഉണ്ടാക്കിയത് നമ്മളാണ്, നമ്മൾ കഴിച്ച പാത്രങ്ങളും നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, അവരുണ്ടാക്കി അവർ കഴിച്ചത് എനിക്ക് എന്തിനാ ഉണ്ടാക്കേണ്ട ആവശ്യം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻഡ് ആയത്. സോ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നതും ഇന്നിപ്പോൾ ലൈവിൽ നടന്നതും. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.